ഡോക്ടർമാരുടെ സമരം നേരിടാൻ ഡയസ്നോൺ നിർബന്ധമാക്കിയ ആരോഗ്യവകുപ്പ് സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ പട്ടിക കൈമാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമരം ചെയ്യുന്ന ഡോക്ടർമാരിൽ ചിലർ ഹാജർ രേഖപ്പെടുത്തിയ ശേഷം സമരത്തിൽ പങ്കെടുക്കുന്നുവെന്ന ഗുരുതര ആരോപണവും സർക്കാർ ഉന്നയിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ഡോക്ടർമാർ നടത്തുന്ന സമരത്തെ ഏത് രീതിയിൽ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് KGMSTക്ക് എല്ലാ വസ്തുതയും അറിയും, എന്നിട്ടാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കടക്കുന്നത് എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ഇട്ടത്. അതിനെതിരെ KGMST രംഗത്ത് വന്നത് നമ്മൾ കണ്ടത്. നമുക്കറിയാം, ശമ്പള പരിഷ്കരണ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ അവർ ഇത്തരത്തിലുള്ളൊരു സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം മുതൽ സമരമുണ്ടായിരുന്നു. പിന്നീട് ചർച്ചയ്ക്ക് വിളിക്കുകയും സാധാരണക്കാരായ രോഗികളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയും. പിന്നീട് കഴിഞ്ഞ ദിവസം മുതലാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കടന്നത്. ഇന്ന് PG ഡോക്ടർമാർ ഉൾപ്പെടെ ആ സമരത്തിൽ പങ്കാളികളാവേണ്ടതായിരുന്നു. ഇന്നലെ നടന്ന ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് അത് നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതാ സർക്കാർ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ആരൊക്കെയാണ് സമരങ്ങളിൽ പങ്കെടുക്കുന്നത്, അവരുടെ പഞ്ച് ഉൾപ്പെടെയുള്ള ഹാജർ രേഖപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെതിരെ സംഘടനയും രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോഗ്യ കേരളത്തിൽ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും അത് പരിഹരിക്കുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് ആരോഗ്യമന്ത്രി കടക്കാറില്ല. പ്രത്യക്ഷമായ ഒരു തരത്തിലുള്ള പ്രതികരണത്തിലും നിൽക്കാറുമില്ല. ഈ ഡോക്ടർമാരുടെ കാര്യത്തിലും അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ആരോഗ്യ വകുപ്പ് സ്വീകരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ പ്രതികാര നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും KGMST ഉൾപ്പെടെയുള്ള സംഘടന പറയുന്നു അവർ ഇതിൽ നിന്നൊന്നും പിന്മാറാൻ തയ്യാറല്ല. കൃത്യമായി നിലപാട് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ വിവിധ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ മുടങ്ങിയ സാഹചര്യം തന്നെയാണ് നിലവിലുണ്ടായത്. PG ഡോക്ടർമാർ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ സമരത്തിന് പിന്തുണയുമായി വരുമ്പോൾ സാധാരണക്കാരായ രോഗികളാണ് വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുക. രോഹിണി. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.